നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. UK ഇപ്പം നല്ല ചൂടാണല്ലേ. അപ്പോൾ വീക്കെൻഡിൽ അധികം ചൂടൊന്നുമില്ലാതെ റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്കാണ് ഇന്ന് ഞങ്ങൾ പോയത്. ഈ കാണുന്നത് UK ഏറ്റവും പഴക്കമേറിയ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ഫുട് ബ്രിഡ്ജുകളിൽ ഒന്നാണ്. 1910 ഈ പാലം നിർമ്മിക്കപ്പെട്ടത്. 50 ടൺ ഭാരവും 97 അടി നീളവുമാണ് ഇതിനുള്ളത്. 2012 എലിസബത്ത് രാജ്ഞിയുടെ ഡയമണ്ട് ജൂബിലി വാർഷികത്തിൽ പുനരുദ്ധാനത്തിന് ശേഷം പൊതുജനങ്ങൾക്കായി ഇത് തുറന്നുകൊടുത്തു. ലണ്ടനെ ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ 1898 രൂപകൽപ്പന ചെയ്ത 72 മൈൽ നീളമുള്ള പ്രതിരോധ ശൃംഖലയുടെ ഭാഗമായിരുന്നു ഇത്. ഈ പ്രതിരോധ സംവിധാനം 10 മേഖലകളിലായി വിഭജിച്ചിരുന്നു. അതിൽ ഏകദേശം 11 കിലോമീറ്റർ നീളമുള്ള റെഡ് ഹിൽ പൊസിഷൻ എന്ന മേഖലയിലായിരുന്നു ഈ റീഗേറ്റ് ഫോർട്ട് ഉൾപ്പെടുത്തിയിരുന്നത്. ഈ കോട്ടയിൽ വലിയ സൈനിക സംഘങ്ങളൊന്നും താമസിച്ചിരുന്നില്ല. പകരം സൈന്യത്തിനാവശ്യമായ ആയുധങ്ങളും വെടിക്കോപ്പുകളും മറ്റുപകരണങ്ങളും അടിയന്തര സാഹചര്യങ്ങളിൽ വിതരണം ചെയ്യുന്നതിനുള്ള പ്രധാന സംഭരണ കേന്ദ്രമായിട്ടാണ് ഇത് നിർമ്മിച്ചത്. ഈ പുൽമൈതാനവും അതിൻ്റെ അറ്റത്ത് 2 വുഡൻ പാനലുകളും കണ്ടു. 1945 മാർച്ച് 19 ഇവിടെ ഒരു ദാരുണ സംഭവം നടന്നു. അന്ന് അമേരിക്കൻ വ്യോമസേനയുടെ B-17 ഫ്ലൈയിങ് ഫോർട്രസ് എന്ന വിമാനം വൈകുന്നേരം ഏകദേശം 5:40 ഇവിടെ തകർന്നു വീഴുകയും ഫ്ലൈറ്റിലുണ്ടായിരുന്ന 9 പേരും മരണപ്പെടുകയും ചെയ്തു. ആ സംഭവത്തിൻ്റെ മെമ്മോറിയലായിട്ടാണ് ഇവിടം സൂക്ഷിച്ചിരിക്കുന്നത്. ഇതാണ് ഇംഗ്ലീഷ് മെമ്മോറിയൽ. 1909 ലഫ്റ്റനന്റ് കേണൽ സർ റോബർട്ട് വില്യം ഇംഗ്ലീഷ് സംഭാവനയായി നൽകിയതാണ് ഈ മെമ്മോറിയൽ. ആദ്യം ഇത് കുതിരകൾക്ക് വെള്ളം കുടിക്കാനുള്ള ഉറവയായിട്ടാണ് നിർമ്മിച്ചത്. ഇന്നിത് ഒരു ചരിത്ര സ്മാരകമായി സംരക്ഷിച്ചു പോരുന്നു. ലണ്ടനിൽ നിന്നും വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. M25 മോട്ടോർവേക്ക് സമീപത്തായതിനാൽ യാത്രയും വളരെ സൗകര്യപ്രദമാണ്.